ഹലോ. അപ്പോൾ എന്നും പറയുന്ന പോലെ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിച്ചിട്ട്. സബ്സ്ക്രൈബ് ഒന്നും ചെയ്യണ്ട, ലൈക്ക് ചെയ്യുക. അപ്പോൾ അത് എനിക്കൊരു പ്രചോദനമായിരിക്കും പുതിയ വീഡിയോസൊക്കെ ഇടാനായിട്ട്. ഫസ്റ്റത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ സംശയമാണ്. നമ്മുടെ ഊബർ ആക്സെപ്റ്റൻസ് റേറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ആക്സെപ്റ്റൻസ് റേറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നാണ് അവർ പബ്ലിക്കലി അനൗൺസ് ചെയ്തേക്കുന്നത് ഇപ്പം നിലവിൽ. അതായത് നമുക്ക് ഇഷ്ടമുള്ള ട്രിപ്പ് എടുത്താൽ മതി എന്നുള്ളതാണ് അവരുടെ അനൗൺസ്മെന്റ്, ഒഫീഷ്യൽ അനൗൺസ്മെന്റ്. പക്ഷേ ശരിക്കും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അറിഞ്ഞത് പ്രകാരം ഇവര് 2 കാറ്റഗറി ആയിട്ട് ഡ്രൈവേഴ്സിനെ തിരിച്ചിട്ടുണ്ട്. ഒന്ന് 25% മുകളിലെ അക്സെപ്റ്റൻസ് റേറ്റ് ഉള്ള ഡ്രൈവേഴ്സ്, രണ്ടാമത്തെ ഒബ്വിയസ്ലി 25% താഴെയുള്ള അക്സെപ്റ്റൻസ് റേറ്റ് ഉള്ള ഡ്രൈവേഴ്സ്. അപ്പോൾ ഇവരെ 2 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ട് പ്രയോറിറ്റി, അതായത് ഫസ്റ്റ് ട്രിപ്പ് കൊടുക്കുന്നത് 25% മുകളിൽ അക്സെപ്റ്റൻസ് റേറ്റ് എപ്പോഴും കീപ്പ് ചെയ്യുന്ന ഡ്രൈവേഴ്സിനാണ് എന്നാണ് ഒരു അഭ്യൂഹം അല്ലെങ്കിൽ ഒരു അനുമാനം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ് നടക്കുന്നത്. കാരണം ഇപ്പം ഈ അടുത്ത് ഊബർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരുപാട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ഊബറിന്റെ ആപ്പിൽ. അപ്പം അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഓരോ ബിഹേവിയറും, അതായത് ഊബർ ആപ്പ് ഓൺലൈനാക്കി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്ന് ഉദ്ദേശിച്ചത് ട്രിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നമ്മുടെ ക്യാരക്ടർ അവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ എത്ര ട്രിപ്പ് എടുത്തു, ലാസ്റ്റ് ഇപ്പോൾ ഒരു 4-5 ട്രിപ്പ് എടുത്തിട്ട് അതിൽ നമ്മൾ ട്രിപ്പ് എടുത്തതിന് ശേഷം പെട്ടെന്ന് എത്ര സമയത്തിനുള്ളിൽ അവർ ഉദ്ദേശിച്ച സമയത്ത് തന്നെ പിക്കപ്പ് ലൊക്കേഷനിൽ എത്തിയോ, നമ്മൾ ലാഗ് അടിപ്പിച്ചോ, നമ്മളിടയിൽ ഫോൺ ചെയ്യുന്നുണ്ടോ, അതായത് നമ്മൾ കസ്റ്റമറെ വിളിച്ച് എവിടെയാണ് ഇങ്ങനെയാണെന്നൊക്കെ സംസാരിക്കുന്നുണ്ടോ, ഇതെല്ലാം അവർ വാച്ച് ചെയ്യുന്നുണ്ട്. അത് വാച്ച് ചെയ്ത് അവർ നമുക്ക് ഓരോ ഇന്റേണലി നമുക്ക് ഓരോ ക്യാരക്ടർ അസസ് ചെയ്തിട്ടുള്ള ഒരു റേറ്റിംഗ് ഉണ്ട്. അതായത് നമ്മുടെ ആപ്പിൽ കാണിക്കുന്ന റേറ്റിംഗ് അല്ലാതെ അവരുടെ സിസ്റ്റത്തിൽ നമ്മുടെ ബിഹേവിയർ റേറ്റിംഗ് ഉണ്ട്. ആ ബിഹേവിയർ റേറ്റിംഗിനനുസരിച്ചാണ് ട്രിപ്പ് അലോട്ട് ചെയ്യുന്നത്, അതായത് നോർമൽ ട്രിപ്പ് റിക്വസ്റ്റുകൾ അലോട്ട് ചെയ്യുന്നത്. പിന്നെ ട്രിപ്പ് റഡാറിന്റെ ട്രിപ്പ് നമ്മൾ ആരാണോ ഫസ്റ്റ് എടുക്കുന്നത് ആ ലൊക്കേഷനിലുള്ള ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ലൊക്കേഷനിൽ ആരാണോ ഉള്ളത് അവരുടെ ആ ഒരു ഡ്രൈവേഴ്സിന്റെ എത്രയാണോ അവര് ആരാണോ ഫസ്റ്റ് മാച്ച് അമർത്തുന്നത് അവർക്ക് പോകും. അതിനകത്ത് വേറെ അങ്ങനെ കണ്ടീഷൻസോ കാര്യങ്ങളൊന്നുമില്ല. അക്സെപ്റ്റൻസ് റേറ്റ് ഒരു ഇമ്പോർട്ടൻസ് ഘടകമാണ്. പക്ഷെ അത് താഴെ ആണെങ്കിൽ പോലും 25% താഴെയാണെങ്കിൽ പോലും ട്രിപ്പ് കിട്ടുന്നുണ്ട്. കാരണം എൻ്റെ അക്സെപ്റ്റൻസ് റേറ്റ് 15%. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു റേറ്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഡയറക്ഷൻ, ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന ഡയറക്ഷൻ മാത്രമേ ഞാൻ സാധാരണ എടുക്കാറുള്ളൂ. അല്ലാതെ വരുന്ന ട്രിപ്പ് റിക്വസ്റ്റിനനുസരിച്ച് എൻ്റെ പ്ലാൻ മാറ്റി ആ ഡയറക്ഷനിലേക്ക് പോവുക, ആ ഒരു പരിപാടി നമ്മൾ ചെയ്യാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ 14%. അതായത് 100 ട്രിപ്പ് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ വലിയ ഒരുപാട് വീടുണ്ട്. 100 ട്രിപ്പ് റിക്വസ്റ്റ് വരുവാണെങ്കിൽ അതിൽ 14 ഞാൻ എടുക്കാറുള്ളൂ, അല്ലെങ്കിൽ 20 കൂടിപ്പോയാൽ. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം റിജക്ട് ചെയ്ത് വിടുകയാണ് പതിവ്. അപ്പോൾ അതെൻ്റെ രീതിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പിന്നെ 2 കിലോമീറ്ററിന് അകത്ത് ഉള്ള പിക്കപ്പ് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. അതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പരിധി വിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന റൂട്ടിലുള്ള ട്രിപ്പുകളാണെങ്കിൽ മാത്രമേ ഞാൻ അക്സെപ്റ്റ് ചെയ്യാറുള്ളൂ. എൻ്റെ ബിഹേവിയർ ഊബറിൽ ട്രിപ്പ് പറഞ്ഞടിച്ചതാ. അപ്പോൾ അങ്ങനെ. അപ്പം നിങ്ങൾ പരമാവധി ഇപ്പോൾ പുതിയത് വരുന്ന ഡ്രൈവേഴ്സ് പരമാവധി ട്രിപ്പുകൾ, നിങ്ങൾക്ക് അലോട്ട് ചെയ്യുന്ന ട്രിപ്പുകൾ, റിക്വസ്റ്റ് വരുന്ന ട്രിപ്പുകളെല്ലാം എടുക്കാൻ ശ്രമിക്കുക പരമാവധി. പിന്നെ നമ്മളൊരു കുറച്ച് നാൾ ഓടി 6 മാസം 1 കൊല്ലമൊക്കെ ഓടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു ധാരണയാവും ഏതെടുക്കണം ഏതെടുക്കണ്ട എന്നുള്ളത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. പിന്നെ എടുത്തതിന് ശേഷം ക്യാൻസലേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ തുടരെ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ക്യാൻസലേഷൻ ഭയങ്കര ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഊബറിനെ സംബന്ധിച്ചിടത്തോളം ഡ്രൈവേഴ്സ് ചെയ്യുകയാണെങ്കിൽ.
അപ്പോൾ പരമാവധി എടുത്ത ട്രിപ്പുകളെല്ലാം ഇപ്പോൾ അബദ്ധവശാൽ എടുത്താണെങ്കിൽ കൂടെ അത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഊബറിന് ഇപ്പൊ നമ്മളെ നന്നാക്കണം എന്നൊരു നിർബന്ധമില്ല. ഇപ്പൊ എന്നെയോ നിങ്ങളെയോ സ്പെസിഫിക്കലി നന്നാക്കണം, ഇവ നന്നായിക്കോട്ടെ അങ്ങനെയുള്ളൊരു ചിന്തയില്ല. അവർക്ക് പരമാവധി പെട്ടെന്ന് കസ്റ്റമേഴ്സിന് ട്രിപ്പ് കിട്ടണം, എന്നാൽ മാത്രമേ അവർക്ക് കമ്മീഷൻ കിട്ടുള്ളൂ. അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് വേറെ ഏതെങ്കിലും ആപ്പിൽ ബുക്ക് ചെയ്യുമല്ലോ. ഊബറിൽ ബുക്ക് ചെയ്തിട്ട് വരുന്നില്ലെങ്കിൽ, പെട്ടെന്ന് എത്തുന്നില്ലെങ്കിൽ അടുത്ത ആപ്പിൽ ഒരുപാട് ആപ്പുകൾ ഉണ്ടല്ലോ, അപ്പോൾ അടുത്ത ആപ്പിൽ ബുക്ക് ചെയ്യാം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബിസിനസ്സാണ് അവർക്ക് ഇമ്പോർട്ടൻ്റ്, അല്ലാതെ ഞാനോ നിങ്ങളോ, അതായത് എ ഓർ ബി അല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയം. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു എന്താ പറയുക, പണിക്കാരാണ്, എംപ്ലോയീസ്, അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് ബേസ്ഡ് എംപ്ലോയീസ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. അതാണ് ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. ഊബറിൻ്റെ അക്സെപ്റ്റൻസ് റേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, റേറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു കേസാണ് റേറ്റിംഗ്. ഞാൻ കറക്റ്റ് അറിയില്ല, എന്നാൽ കൂടി ഞാൻ പറയാം, ഒരു 4.9 മുകളിലുള്ള റേറ്റിംഗ് ഉള്ള ആളുകളാണ് ഊബർ പ്രയോറിറ്റിയിലേക്ക് ആഡ് ഓൺ ആവുക. അതായത് 2 കാറ്റഗറി ഉണ്ടല്ലോ. ഊബർ ഗോയിൽ തന്നെ ഊബർ ഗോ പ്രയോറിറ്റി ഉണ്ട്, വെറും ഊബർ ഗോ ഉണ്ട്. ഊബർ ഗോ പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ റേറ്റിംഗ് കൂടുതലുള്ള ആളുകൾ, 4.9 മുകളിലുള്ള ആളുകൾ ഊബർ പ്രയോറിറ്റിയിൽ വരും. അപ്പോൾ കസ്റ്റമറുടെ ആപ്പിൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഊബർ പ്രയോറിറ്റിയാണ് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4.9 മുകളിലാണെങ്കിൽ നിങ്ങൾ അത് കണക്ട് ആവും. അല്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും കുറച്ച് അകലെയാണെങ്കിലും 4.9 റേറ്റിംഗ് ഉള്ള ആളിലേക്ക് അത് പോകും. അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ റേറ്റിംഗ് വേണം, അക്സെപ്റ്റൻസ് റേറ്റ് വേണം. പിന്നെ ക്യാൻസലേഷൻ റേറ്റ് വളരെ കുറഞ്ഞിരിക്കണം. തീരെ ക്യാൻസൽ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. എടുക്കുന്ന ട്രിപ്പ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക. കസ്റ്റമേഴ്സിനോട് വളരെ നല്ല രീതിയിൽ പെരുമാറുക. പിന്നെ ഒരു ഡാഷ് ക്യാമ് വാങ്ങി വെക്കുക, അകത്തുള്ള ഡാഷ് ക്യാമും, അതായത് ഇൻറ്റീരിയർ കാറിനകത്ത് റെക്കോർഡ് ചെയ്യാനുള്ള, ക്യാബിൻ റെക്കോർഡ് ചെയ്യാനുള്ള ഡാഷ് ക്യാമും, പുറത്തെ നമ്മൾ റോഡ് വീഡിയോ കിട്ടുന്ന രീതിയിലുള്ള ഡാഷ് ക്യാമും ഒരെണ്ണം വെക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കാരണം ഇപ്പോൾ ഏതെങ്കിലും കാരണവശാൽ കസ്റ്റമർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, കസ്റ്റമർ പറയാണ് എന്നെ തല്ലി അല്ലെങ്കിൽ എന്നെ ചീത്ത വിളിച്ചു എന്നൊക്കെ പറയുകയാണെങ്കിൽ തെളിവ് കാണിക്കാനായിട്ട് വേണം. അപ്പോൾ പരമാവധി കസ്റ്റമേഴ്സിനെ നമ്മൾ ബഹുമാനിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇൻറ്റൻഷണലി ചൊറിയാൻ വേണ്ടി കയറുന്നവരെ ഒരു ദാക്ഷിണ്യമില്ലാതെ ചൊറിയുക, എന്നിട്ട് അത് അപ്പം തന്നെ റിപ്പോർട്ട് ചെയ്യുക ഊബറിലേക്ക്. ഇത്രയേ ഉള്ളൂ. പിന്നെ അടുത്ത കാര്യം പറയാനുള്ളത് നമ്മുടെ സർജ് പ്രൈസിങ്ങിനെ പറ്റിയാണ്. സർജ് പ്രൈസിങ് നിങ്ങൾ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പം എൻ്റെ വീട് തൃശ്ശൂരാണ്, ഡിസ്ട്രിക്റ്റ് തൃശ്ശൂരാണ്, എറണാകുളം ബോർഡറാണ്, കൊടുങ്ങല്ലൂർ അടുത്തായിട്ടാണ് എൻ്റെ വീട്. അപ്പോൾ ആ ഭാഗത്തൊക്കെ നോക്കിയാൽ ചില സമയങ്ങളിൽ 2x 3x അല്ലെങ്കിൽ 2.8x ഇത്രയൊക്കെ സർജ് കാണിക്കും. പക്ഷെ നമ്മൾ ഓൺലൈനിൽ ഇരിക്കുന്നുണ്ടാവും, പക്ഷെ ട്രിപ്പൊന്നും അടിക്കുന്നുണ്ടാവില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരുപാട് പേരായി ചോദിക്കുന്നു സർജ് കാണിക്കുന്നുണ്ട് പക്ഷെ സർജ് അടിക്കുന്നില്ല. അടിച്ചാൽ തന്നെ ഒരു 1.1 1.2 1.3 ഇതൊക്കെ മാക്സിമം വരുന്നുള്ളൂ. 2x ഒന്നും കണ്ട കാലം പണ്ടൊക്കെ ഊബർ വന്ന സമയത്ത് അല്ലെങ്കിൽ ഊബറിൽ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് 2x 2.5x 2.8x ഇതൊക്കെ അടിക്കുമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ്. കാണിക്കുന്നുണ്ട് സർജ്, പക്ഷെ അടിക്കുന്നത് മൊത്തം 1.1 1.2 ആണ്. അപ്പോൾ അതിൽ പറയാനുള്ള കാര്യം, ഇപ്പോൾ ഈ അടുത്ത് സെൻട്രൽ ഗവൺമെന്റ് പുതിയ നിയമങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ഈ ടാക്സി ആപ്ലിക്കേഷനുകളെ സംബന്ധിച്ചിട്ടുള്ള കുറേ നിയമങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അതിലൊന്നാമത്തെ കാര്യമാണ് സർജ് പ്രൈസിങ് 1.5x മുകളിൽ പോകാൻ പാടില്ല. അപ്പം നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഈ 2x എങ്ങനെയാണ് ഈ 2x 3x കാണിക്കുന്നത്? അത് ഊബറിന്റെ ഒരു കളിയാണ്. 2x കാണിച്ചാലല്ലേ നമുക്ക് അങ്ങോട്ട് ചാടി കയറി പോകാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരുള്ളൂ. റെഡ് കാണിച്ചാലേ ആ ഭാഗത്തേക്ക് പോകാനൊരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 2x കാണിച്ചാലും 3x കാണിച്ചാലും നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡിൽ നിന്ന്, അതായത് നിങ്ങളുടെ ലൊക്കേഷൻ, നിങ്ങൾക്കൊരു ലൊക്കേഷൻ അറിയായിരിക്കുമല്ലോ, ട്രിപ്പ് കിട്ടുന്ന ഒരു ലൊക്കേഷനാണ് ഇതെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവിടെ തന്നെ കിടക്കുക. തൊട്ടപ്പുറത്ത് 5-6 കിലോമീറ്റർ അപ്പുറത്ത് സർജ് കാണിച്ചു എന്ന് വിചാരിച്ച് ചാടി പോവാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതൊരു സർജ് മാനിപ്പുലേഷനാണ്, അല്ലെങ്കിൽ സർജ് അത് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഊബർ, അല്ലാതെ ശരിക്കുമുള്ളൊരു സർജ് അല്ല. കാരണം ആ ഏരിയയിൽ കസ്റ്റമേഴ്സ് വെറുതെ ഊബറിന്റെ ആപ്പ് തുറന്ന് നോക്കുമ്പോൾ തന്നെ ഇവർ സർജ് ക്രിയേറ്റ് ചെയ്യും. എന്തുകൊണ്ടാണ്? അവിടെ വണ്ടികൾ വന്ന് കിടക്കാൻ വേണ്ടിയിട്ട്, വണ്ടി കാണിക്കാനായിട്ട് ഊബർ ഡ്രൈവേഴ്സിന് അല്ലെങ്കിൽ റൈഡേഴ്സിന് ആപ്പ് എടുക്കുമ്പോൾ വണ്ടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ സംഭവം സർജ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഇത് മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്, റിയൽ സർജ് അല്ല.
റിയൽ സർജൊക്കെ പണ്ടായിരുന്നു. ഇപ്പോൾ സർജൊക്കെ വെറും മീൻസ് ചില സമയങ്ങളിൽ പീക്ക് അവേഴ്സിലൊക്കെ സർജൊക്കെ ഓക്കെ ആയിരിക്കും. പക്ഷെ 1.5 നിങ്ങൾക്ക് ആർക്കെങ്കിലും 1.5x മുകളിൽ സർജ് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ക്രീൻഷോട്ട് ഒന്ന് എനിക്ക് അയക്കണം. കാരണം എനിക്ക് അതിനെപ്പറ്റി ഒന്ന് പഠിക്കാൻ വേണ്ടിയാണ്. കാരണം ഇതുവരെ ഈ അടുത്ത കാലത്തൊന്നും 1.5x എനിക്ക് ട്രിപ്പ് റിക്വസ്റ്റ് വന്നിട്ടില്ല. പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇതാണ് നിയമം. പിന്നെ രണ്ടാമത്തെ നിയമം വന്നേക്കുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വന്നേക്കുന്നത് റൈഡേഴ്സിന് 50% കുറവ്, അതായത് ഇപ്പൊ 100 രൂപയാണ് ട്രിപ്പിന്റെ ഫെയർ എന്നുണ്ടെങ്കിൽ 50 രൂപ മാക്സിമം 50 രൂപ മാത്രമേ അതിൽ ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് 50% വരെ മാക്സിമം ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ചില സമയത്ത് ഊബർ പണ്ട് ഫ്രീ റൈഡുകളൊക്കെ കൊടുത്തിരുന്നല്ലോ, അങ്ങനെ ഇനി കൊടുക്കാൻ പറ്റില്ല. കാരണം 50% കുറവ്, നോർമൽ പ്രൈസിങ്ങിന്റെ 50% കുറവ് ഒരിക്കലും ഓഫായിട്ട് കൊടുത്തിട്ട് പ്രൊമോഷൻ ചെയ്യാൻ പറ്റില്ല, നിയമപരമായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആർക്കും ഇനി ഫ്രീ ട്രിപ്പുകളോ 50% കൂടുതലുള്ള പ്രൊമോഷൻ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ഓഫറുള്ള ട്രിപ്പുകൾ കിട്ടില്ല റൈഡേഴ്സിന് കേട്ടോ, നമുക്കല്ല. നമ്മുടെ പൈസ ഊബർ തരും പ്രൊമോഷൻ ഉണ്ടെങ്കിൽ. അപ്പൊ ഈ 2 കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. ഇതാണ് ഇന്നത്തെ 2 വിഷയങ്ങൾ. അപ്പൊ ഇനിയിപ്പോൾ അടുത്ത എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റോ എനിക്ക് മെസ്സേജോ അയക്കാം. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ.